ഹലോ ഓൾ, വെൽക്കം ടു ഷൈനീസ് ഫിസിക്സ് ക്ലാസ് റൂം. ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കുന്നത് CBSEയുടെ +1 ഫിസിക്സിൻ്റെ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മൾ പാർട്ട് 1 ഫിസിക്സിൽ നമ്മൾ കൂടുതലും പഠിച്ചത് എന്തുവായിരുന്നു? മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, അതേപോലെ മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ, അല്ലേ? മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ, ഇതൊക്കെയായിരുന്നു. എന്താണ് ഈ രണ്ട് മോഷന്റെ പ്രത്യേകത? ഇവരെല്ലാം എന്തായിരുന്നു? നോൺ റെപ്പറ്റീറ്റീവ് ആണ്, അല്ലേ? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അവരെല്ലാം നോൺ റെപ്പറ്റീറ്റീവ് മോഷൻസ് ആണ്. എന്നാൽ ചില മോഷൻസ് ഉണ്ട്, അവരെല്ലാം റിപ്പീറ്റിംഗ് ആയിട്ടുള്ള മോഷൻസ് ആണ്. എന്താണ്? റിപ്പീറ്റിംഗ് ആയിട്ടുള്ള മോഷൻസും ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് എന്താണ്? പീരിയോഡിക് മോഷൻ. ഓക്കെ, നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് മോഷനെ കുറിച്ചാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നോൺ റെപ്പറ്റീറ്റീവ് ആയിട്ടുള്ള മോഷൻസ് ആണ് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനും മോഷൻ ഓഫ് എ പ്രൊജക്ടൈലും. എന്നാൽ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള മോഷനാണ് എന്ത്? പീരിയോഡിക് മോഷൻ. നമ്മൾ പീരിയോഡിക് മോഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. സോ പീരിയോഡിക് മോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് വിൽ ബി റിപ്പീറ്റിംഗ് ആഫ്റ്റർ റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ മോഷൻ റിപ്പീറ്റഡ് ആഫ്റ്റർ റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ എർത്ത്, നമ്മുടെ പ്ലാനറ്റ് എർത്ത് ഇറ്റ് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, അല്ലേ? അതെന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്? അല്ല, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അല്ലേ, ആ മോഷൻ. സോ വി ക്യാൻ കോൾ ദാറ്റ് ആസ് എ പീരിയോഡിക് മോഷൻ. ഓക്കെ, സോ പീരിയോഡിക് മോഷൻസിന്റെ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പീരിയോഡിക് മോഷൻ is classified into 3. ഏതൊക്കെയാണ്? It is of 3 types: rotatory motion, then oscillatory motion, and what? Vibrating motions or vibratory motion. Okay, which are the classifications of periodic motion? Rotatory motion, oscillatory motion, and vibratory motion. So what is rotatory motion? Particle that completes rotation in regular interval of time, that is known as rotatory motion. Give an example for a rotatory motion. Rotation of earth around the sun. Okay, now oscillatory motion. Oscillatory motion means what? The motion of a particle that moves to and fro with less frequency, that is oscillatory motion. Oscillatory motion ഒരു എക്സാമ്പിൾ ആണ് സിമ്പിൾ പെൻഡുലം, അല്ലേ? ഇനി വൈബ്രേറ്ററി മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടിക്കിൾസ് എന്തുവാണ്? ടു ആൻഡ് ഫ്രോ മോഷനിലാണ് ഇത് ചെയ്യുന്നത്, ടു ആൻഡ് ഫ്രോ മോഷനിലാണ് പോകുന്നത്. പക്ഷെ അതിന് ലാർജ് ഫ്രീക്വൻസി ആയിരിക്കും വൈബ്രേറ്ററി മോഷൻ. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പീരിയോഡിക് മോഷനിലെ ഓസിലേറ്ററി മോഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു പീരിയോഡിക് മോഷന്റെ 3 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. അപ്പം ഇതിനകത്ത് നിന്ന് ഞാനൊരു കൺക്ലൂഷൻ പറയുവാണ്. ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ പീരിയോഡിക്, അല്ലേ? All oscillatory motions are periodic, but all periodic motions are not oscillatory. Correct അല്ലേ? All periodic motions are not oscillatory. Correct അല്ലേ? അല്ലേ? നോക്ക്, പീരിയോഡിക് മോഷന്റെ 3 ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? റൊട്ടേറ്ററി, ഓസിലേറ്ററി, വൈബ്രേറ്ററി. റൊട്ടേറ്ററി എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു? ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓസിലേറ്ററി ആണെങ്കിലോ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്, പക്ഷെ ലെസ് ഫ്രീക്വൻസി ആണ്. വൈബ്രേറ്ററി ആണെങ്കിലോ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്, പക്ഷെ ഹൈ ഫ്രീക്വൻസി ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആണ്, അല്ലേ? എന്തുവാണ്? ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ പീരിയോഡിക്. എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് ആണ്. പക്ഷെ എല്ലാ പീരിയോഡിക് മോഷൻസ് ഓസിലേറ്ററി ആണോ? അല്ല, അതിനകത്ത് റൊട്ടേറ്ററി വരാം, ഓസിലേറ്ററി വരാം, വൈബ്രേറ്ററി വരാം. ഓക്കെ, സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, all oscillatory motions are periodic, but all periodic motions are not oscillatory. Okay, ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ടെക്സ്റ്റിനകത്ത്
ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻസെക്ട് വിച്ച് ഇസ് ക്ലൈം എക്സാമ്പിൾസ് ആണ്, പീരിയോഡിക് മോഷൻസിന്റെ എക്സാമ്പിൾ ആണ് ഇൻസെക്ട് ക്ലൈംബിങ് എ റാമ്പ്. ഓക്കെ, അതുപോലെ എ ചൈൽഡ് ക്ലൈംബിങ് എ സ്റ്റെപ്പ്, ഇൻസെക്ട് ക്ലൈംബിങ് എ റാമ്പ് ആൻഡ് ഫോൾസ് ഡൗൺ. ഓക്കെ, ഇതിനെ എനിക്ക് എങ്ങനെ, ഞാൻ ഗ്രാഫിക്കലി ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് കേട്ടോ ഇത്. സോ ദിസ് ഈസ് ദ ടൈം ടി. സോ വാട്ട് ഈസ് ദിസ് ടി കോൾഡ്? ഈ ടി എന്ന് പറയുന്നത് എന്തുവാണ്? ഇതാണ് പീരീഡ്. ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ, അതായത് ഇൻസെക്ട് ഒരു റാമ്പിൽ ക്ലൈംബ് ചെയ്യുവാണ്, അത് വീണ്ടും താഴെ വീഴുവാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് ക്ലൈംബ് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. അപ്പൊ ഈ ടി തന്നെ ഇങ്ങനെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ് എന്ത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അതേപോലെ ചൈൽഡ് ക്ലൈംബിങ് സ്റ്റെപ്പ് ആൻഡ് ഫോൾസ് ഡൗൺ ആൻഡ് കംസ് ഡൗൺ. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? പീരിയോഡിക് മോഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ പീരിയോഡിക് മോഷന്റെ ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ് പീരീഡും ഫ്രീക്വൻസി. ഓക്കെ, ഈ പീരീഡ് എന്ന് പറയുന്നതാണ് ഈ ടി എന്ന് പറയുന്നത്. ഓക്കെ, പീരീഡ്. സോ നമുക്ക് എങ്ങനെ ഈ പീരീഡ് ടീനെ ഡിഫൈൻ ചെയ്യാം? ദ സ്മോളസ്റ്റ് ഇന്റർവെൽ ഓഫ് ടൈം ആഫ്റ്റർ വിച്ച് ദ മോഷൻ ഈസ് റിപ്പീറ്റഡ് ഈസ് കോൾഡ് ദ പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഇന്റർവെൽ ഓഫ് ടൈം ആഫ്റ്റർ വിച്ച്, അതല്ലേ, ദ സ്മോളസ്റ്റ് ഇന്റർവെൽ ഓഫ് ടൈം ആഫ്റ്റർ വിച്ച്, ഈ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും the motion is repeated is called period. Okay, and the period is represented by capital T. So what will be its unit? T അല്ലേ? അപ്പൊ unit is in seconds. Okay, ഈ പീരിയോഡിക് മോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി ടു സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും പീരിയോഡിക് മോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റൽ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ പീരീഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ സെക്കൻഡ്സിലാണ് പറയുന്നത്. മൈക്രോ സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ഇസ് 10⁻⁻⁶ സെക്കൻഡ്സ്. ഓക്കെ, ഇതിലാണ് നമ്മൾ പീരീഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് ക്വാർട്സ് ക്രിസ്റ്റൽ പറയുന്നത്. ഓക്കെ, പീരീഡ് കഴിഞ്ഞു. ഇനി അടുത്ത ടേം ആണ് ഫ്രീക്വൻസി. സോ നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് പീരീഡ്. സോ എഫ് ഇസ് ഈക്വൽ ടു 1/t. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഫ്രീക്വൻസിനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് repetitions that occur per unit time. അല്ലേ? The number of repetitions that occur per unit time is known as frequency. So frequency is also the reciprocal of time period. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്തുവാണ്? സെക്കൻഡ് റൈസ് ടു -1 അല്ലേ? അതായത് പെർ സെക്കൻഡ് ആണ്. സോ സെക്കൻഡ് റൈസ് ടു -1. നോർമലി നമ്മൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ഹെർട്സ് ഓർ സ്മോൾ ലെറ്റർ ഹെർട്സ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്ന ഫ്രീക്വൻസിയുടെ യൂണിറ്റിനെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അത് ഗിവൺ ഫംഗ്ഷൻ പീരിയോഡിക് ആണോ അല്ലയോ അതെങ്ങനെ മനസ്സിലാക്കും? ഓക്കെ, സോ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷൻ തന്നേക്കുവാണ് എഫ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഓക്കെ, ഈ ഫംഗ്ഷൻ പീരിയോഡിക് ആണോ അല്ലേ നോക്കുന്നത്. പീരിയോഡിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? പീരിയോഡിക് എന്ന് പറയും. ഇപ്പൊ നോട്ട് പീരിയോഡിക് ആണെങ്കിൽ നോൺ പീരിയോഡിക് സിഗ്നൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗിവൺ സിഗ്നൽ പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? സോ ബിഫോർ ദാറ്റ്, വാട്ട് ഇസ് ദിസ് എ? എ ഇസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, this is a function and a function is represented by f of t is equal to, example ആണ് a sin omega t, where a is the
what amplitude. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് പീരീഡ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഫംഗ്ഷനാണ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ പീരീഡ്. സോ യു ക്യാൻ റെപ്രസെന്റ് ടി ആസ് ടി ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഒമേഗ. ഇവിടെ ഒമേഗ മാത്രമേ ഉള്ളൂ, ഒമേഗ ടി ആണ്, പക്ഷെ നമ്മൾ അതിനകത്ത് ഒമേഗയാണ് എടുക്കുന്നത്. സോ ടി ഈസ് 2π by omega and this thing is repeating. So we can call it as a periodic signal. Okay. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Given that f of t is equal to sin omega t plus cos omega t. Check whether it is periodic or not. എങ്ങനെയാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇതിനെ രണ്ട് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾക്ക് എടുക്കണം. സോ ഇതിനകത്തുനിന്ന് ഈ T1 കണ്ടുപിടിക്കാം. T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈനോമേഗ ടിയുടെ പീരീഡ്. സോ ഇറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ ഒമേഗ. ഇവിടെ ഒമേഗ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, സോ വാട്ട് ഇസ് ഫ്രം ഹിയർ വാട്ട് ഇസ് T2? T2 is equal to again it is 2π ഡിവൈഡഡ് ബൈ ഒമേഗ. ഈ T2നെ നമുക്ക് T1ന്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാലോ T2 is equal to T1. സോ ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ് അല്ലേ, T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. സോ ദ ഗിവൺ സിഗ്നൽ ഇസ് പീരിയോഡിക്. ഇനി അതുപോലെ വേറൊരു എക്സാമ്പിൾ, f of t is equal to sin omega t plus cos 2 omega t plus sin 4 omega t. ഇതിനകത്ത് നോക്കിക്കേ, ഇവിടെ നിന്ന് നമുക്ക് T1 കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഇസ് T1? ഇറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ ഒമേഗ. ഇതിനകത്ത് നിന്ന് T2 കാൽക്കുലേറ്റ് ചെയ്യാം. T2 is equal to what? 2π ഡിവൈഡഡ് ബൈ 2 ഒമേഗ, റൈറ്റ്? സോ ഇതിനെ എങ്ങനെ T1ന്റെ ടേംസിൽ എഴുതാം? 2π by 2 omega, that is T1 divided by 2, ഇല്ലേ? Now from here what is T3? T3 is equal to 2π divided by 4 omega. So you can write this as 2π divided by 4 omega, that is equal to T1 divided by 4. Okay, so ഇതെങ്ങനെയാ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന? T1 by 2, T1 by 4 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സിഗ്നൽ ആണ്. സോ അഗെയിൻ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് T1, റൈറ്റ്? സോ യു ക്യാൻ കോൾ ദിസ് സിഗ്നൽ ആസ് എ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, സോ അഗെയിൻ ദിസ് വൺ is also periodic. Now another example in your text is f of t is equal to e raised to minus omega t. How can you check this as a periodic or non-periodic signal? If it is a periodic signal, then it should be repeating, right? But when you draw a graph for e raised to minus omega t, we will get a graph like this. Okay, so t in x-axis and f of t in y-axis, you will get a graph like this. Okay, so as time t increases, f of t is what? F of t is decreasing, right? It is in the this one is in negative axis, so you can call as t increases, f of t decreases. That means when t approaches to infinity, f of t will be equal to 0. So for all നോക്കിയേ, ഇതിനകത്തുനിന്ന് ഓരോ വാല്യൂസിനും ടിക്ക് ഉള്ള ഓരോ വാല്യൂസിനും എഫ് ഓഫ് ടി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡിഫറെൻ്റ് ആണ്. എവിടെയെങ്കിലും ഒരിടത്ത് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? വാല്യൂ എഫ് ഓഫ് ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ? സോ ഇ റേസ്ഡ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നോൺ പീരിയോഡിക് ആണ്. ഓക്കെ,
സോ എന്തുവാണത്? നോൺ പീരിയോഡിക് സിഗ്നൽ ആണ്. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ ആണ് എഫ് ഓഫ് ടി ഈക്വൽ ടു ലോഗ് ഒമേഗ ടി. ഇതിനും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ പറ്റും ഇല്ലേ? ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ വാല്യൂസ്? ഒമേഗയ്ക്കും ടിക്കും നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ലോഗ് ഓഫ് 0, ലോഗ് ഓഫ് 1 എല്ലാത്തിനും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. ഒരു വാല്യൂസും അത് എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ദിസ് സിഗ്നൽ ഈസ് ഓൾസോ എ നോൺ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിനകത്ത് ടെക്സ്റ്റിന്റെ ബാക്കിൽ ഒരു എക്സസൈസ് ഉണ്ട്. അതിനകത്തുള്ള ഒരു പ്രോബ്ലം ആണ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സൈൻ ക്യൂബ് എക്സ് എന്നുള്ളത്. ഓക്കെ, സൈൻ ക്യൂബ് ഒമേഗ ടി. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബൈ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി സൈൻ ക്യൂബ് ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 3 സൈൻ ഒമേഗ ടി മൈനസ് സൈൻ 3 ഒമേഗ ടി. ഓക്കെ, സോ ഇതിനകത്ത് നിന്ന് T1 എടുക്കാൻ നേരത്ത് വാട്ട് വിൽ യു ഗെറ്റ്? ഇത് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് എടുക്കരുത്. സോ T1 will be equal to 2 pi divided by omega when T2 is equal to what? 2 pi divided by 3 omega. How can you write this T2 in terms of T1? 2 pi by 3 omega, that is T1 divided by 3, right? So it is repeating like T1 by 3 like that. So this is repeating, right? So repeating signals ആയതുകൊണ്ട് അതെന്തുവാണ്? പീരിയോഡിക് സിഗ്നൽ. സോ ഇൻ ദിസ് വേ ആണ് നമ്മളൊരു സിഗ്നലിനെ പീരിയോഡിക് ആണോ അല്ലേ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞു നോൺ റെപ്പറ്റേറ്റീവ് മോഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പീരിയോഡിക് മോഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്തുവാണ്? പീരിയോഡിക് മോഷനിൽ ഓസിലേറ്ററി മോഷൻസ് ആണ്. പക്ഷേ ഓസിലേറ്ററി മോഷൻ പഠിക്കുന്നതിന് മുന്നേ തന്നെ പീരിയോഡിക് മോഷന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ പറഞ്ഞു. പീരിയോഡിക് മോഷൻ ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഇൻസെക്ട് ക്ലൈംബിങ് എ റാമ്പ് ആൻഡ് ഫോൾസ് ഡൗണും, അതേപോലെ ചൈൽഡ് ക്ലൈംബിങ് സ്റ്റെപ്പ് ആൻഡ് ഫോൾസ് ആൻഡ് വാട്ട് ആൻഡ് കംസ് ഡൗൺ. അതൊക്കെ എക്സാമ്പിൾസ് ആണ് പീരിയോഡിക് മോഷന്. പിന്നെ പീരിയോഡിക് മോഷൻ പറയാൻ നേരത്തെ ഫണ്ടമെന്റൽ പീരീഡ് ടീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് അതിനകത്ത് നിന്ന് നമ്മൾ പീരീഡിന്റെ ഡെഫിനിഷൻ പഠിച്ചു. എന്താണ് പീരീഡിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ period is the smallest interval of time after which the motion is repeated. അല്ലേ? അതാണ് അതാണ് പീരീഡ് ടി എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ യൂണിറ്റ് എന്തുവാണ്? the unit is in seconds. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റലൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മൈക്രോ സെക്കൻഡ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൈക്രോ സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 സെക്കൻഡ്സ്. ഓക്കെ, പിന്നെ നമ്മൾ ഫ്രീക്വൻസിനെ കുറിച്ച് പഠിച്ചു. സോ വാട്ട് ഇസ് ഫ്രീക്വൻസി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് ദാറ്റ് occur per unit time. സോ എഫ് ഇസ് ഈക്വൽ ടു 1/t. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്തുവാണ്? (10⁻⁻1. നോർമലി (10⁻⁻1 എന്ന് പറയാറില്ല. നമ്മൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എങ്ങനെയാണ് പറയുന്നത്? ഇറ്റ്സ് ഇൻ ഹെർട്സ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച എന്തുവാണ്? ഒരു ഫംഗ്ഷൻ തന്നിരുന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ പീരിയോഡിക് ആണോ അതോ അത് നോൺ പീരിയോഡിക് ആണോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫംഗ്ഷൻ തന്നേക്കുമ്പോൾ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫാക്ടർ. ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ എടുക്കണ്ട. ഈ തന്നേക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് അതിൻ്റെ അകത്ത് വരുന്ന ഈ ഒമേഗ ടി മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ പീരിയോഡിക് ആണോ അല്ലേ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എക്സാമ്പിൾ 2 പഠിച്ചു അല്ലേ? സോ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ദെൻ ബൈ.